ഭീകരരാണ് പിന്നിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാരായാലും അവർ ഭീകരരാണ്, അവർ ഭീകരവാദ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതിൻ്റെ മോട്ടീവ് എന്തായാൽ പോലും, അവർക്ക് എന്ത് കാരണമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പോലും അവർ ഈ ഭീകരവാദമാണ്, ഭീകര പ്രവർത്തനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ആളുകൾ ഒരുങ്ങി പുറപ്പെട്ട് ഇങ്ങനെ മനുഷ്യരെ കൊല്ലും എന്ന് തീരുമാനിച്ചാൽ അതവർക്ക് നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയുന്നതിന് പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ആദ്യ വരികളിൽ ഈ ആക്രമണം നടത്തിയ ആളുകളെ, ഭീകരവാദികളെ, അവരേത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്താൽ നയിക്കപ്പെടുന്ന ഭീകരവാദികളാണെങ്കിലും അവരെ തള്ളിപ്പറഞ്ഞതിന് ശേഷം പക്ഷേ നമ്മൾ പറയേണ്ടുന്നൊരു കാര്യം, ഹർഷൻ, പ്രധാനമായിട്ടും ഇതിനകത്ത് അങ്ങേയറ്റം വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിൽ, ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിനും മറ്റുമൊക്കെ പ്രഭാഷണം നടന്ന രാജ്യത്തോടും ലോകത്തോടും സംസാരിക്കുന്ന സ്ഥലമാണ് ചെങ്കോട്ട. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന്, ദേശീയ പതാക ഉയർന്ന സ്ഥലം. അതിനടുത്ത് ചാന്ദിനി ചൗക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കച്ചവട സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ ഒരു ഭീകരാക്രമണം നടക്കുന്നു എന്ന് മാത്രവുമല്ല, അത് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്തിൽ ഇത്രയും സുപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് നടത്തുന്നു എന്ന് മാത്രമല്ല, അതിന് തൊട്ട് തലേ ദിവസം ഈ ഭീകരവാദവും സംശയിച്ചിട്ട് കുറേയേറെ ആളുകളെ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് പിടികൂടിയിരുന്നു. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു മറ്റൊരിടത്തു നിന്നാണെങ്കിലും എന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ, അത്തരം സന്ദർഭങ്ങളിലെല്ലാം ചെയ്യുന്നത് പോലെ എല്ലായിടത്തും സുരക്ഷ കർക്കശമാക്കിയില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതായത് 2900 കിലോഗ്രാം സ്ഫോടക വസ്തു പിടിക്കുന്നു, ഒരു റാക്കറ്റിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ തന്നെ പറയുകയും അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പത്രമാധ്യമങ്ങൾ വരികയും ചെയ്തതിന് പിറ്റേ ദിവസം ഇങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ അതികർക്കശമായിട്ടുള്ള സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെ അമിത്ഷായെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തായതിനെ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, അതായത് ഡൽഹി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായിട്ടൊരു സംസ്ഥാന പദവിയുള്ള സ്ഥലമാണെങ്കിൽ തന്നെയും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരാണ്. ഇത്ര വലിയ 15 വർഷത്തിന് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ഇതുപോലൊരു ആക്രമണം നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ ഇതിൻ്റെ ചുമതലയെല്ലാം ഉള്ള ആൾ അദ്ദേഹത്തിന് മേൽ വിമർശനമേൽക്കാതെ നിൽക്കുന്നു എന്നത് അങ്ങേയറ്റം അസംഭവ്യമായിട്ടുള്ള കാര്യമായിരിക്കണം നമ്മുടെ ഇതുപോലൊരു രാജ്യത്ത്. അതുകൊണ്ട് പ്രിയങ്ക് ഖാർഗെ അതിശക്തമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. മഹുവ മൊയ്ത്ര പ്രധാനമന്ത്രിയെ തന്നെയും അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതായത് ഇത്ര വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് അദ്ദേഹം ഭൂട്ടാനിൽ പോയിട്ട് ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയാണ് എന്ന നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് മഹുവ മൊയ്ത്രയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ടാണ്, അവരാണ് ഇതിന് കാരണക്കാർ എന്നൊന്നും പറഞ്ഞ് നിശ്ചിതമായിട്ട് വിമർശിക്കാനുള്ള സമയവുമായിട്ടില്ല. ഒരുപക്ഷെ അത് ശരിയായിരിക്കുകയുമില്ല. പക്ഷേ ഇത്തരമൊരു സംഭവം മുൻപേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കുറേയേറെ തീവ്രവാദികളൊക്കെ പിടിയിൽ കൂടുകയും കുറേയേറെ സ്ഫോടക വസ്തുക്കൾ നമ്മൾ കസ്റ്റഡി എടുക്കുകയും ചെയ്ത് ഒരു സംഭവം നടക്കുന്നു, ഉരുത്തിരിയുന്നെന്ന് തോന്നലുണ്ടായിട്ട് പോലും സുരക്ഷാ സംവിധാനങ്ങൾക്ക് തടയാൻ പറ്റിയിട്ടില്ല.